പെട്രോൾ മേടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ കൈ കുപ്പി വേണ്ടേ? അടി നടക്കുന്ന CCTV വിഷ്വൽസിനകത്ത് കാണാൻ അവരുടെ കുപ്പിയൊന്നുമില്ല. 2 ബൈക്കിനകത്തിലായിട്ട് 50 രൂപ വെച്ച് 2 വണ്ടിക്കകത്ത് നിറച്ചു. ശേഷം കുപ്പിക്കകത്ത് വേണമെന്ന് പറഞ്ഞു. കുപ്പി എവിടെ? കുപ്പിയിൽ പെട്രോൾ നൽകാൻ വിസമ്മതിച്ചതിന് പമ്പ് ജീവനക്കാരന് യുവാക്കളുടെ ക്രൂരമർദ്ദനം. പത്തനംതിട്ട ഓമല്ലൂരിൽ പ്രവർത്തിക്കുന്ന ഭാരത് പെട്രോളിയത്തിന്റെ പമ്പിലാണ് ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പമ്പ് ജീവനക്കാരനായിട്ടുള്ള രഞ്ജിത്ത് രാജിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. കുപ്പി കൈവശമില്ലാതെയാണ് കുപ്പിയിൽ പെട്രോൾ വേണമെന്ന ആവശ്യവുമായി 6 യുവാക്കൾ 2 ബൈക്കുകളിലായി ഈ പമ്പിലേക്ക് എത്തുന്നത്. കുപ്പിയിൽ പെട്രോൾ നൽകാൻ സാധിക്കില്ല എന്ന രഞ്ജിത്ത് പറഞ്ഞതിന് പിന്നാലെ 3 യുവാക്കൾ ചേർന്ന് രഞ്ജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഈ സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ഈ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട സ്വദേശികൾ തന്നെയായിട്ടുള്ള സൂരജ്, വിഷ്ണു, പ്രേംജിത്ത് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇതുപോലെ അവർ ഇവിടെ വന്ന് പെട്രോൾ ആവശ്യപ്പെട്ടപ്പോൾ നമുക്കിപ്പം കുപ്പിക്കകത്തിൽ പെട്രോൾ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. കുപ്പിക്കകത്തിൽ ഇപ്പം പെട്രോൾ കൊടുക്കേണ്ടെന്ന് വിജ്ഞാപനം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, തരാൻ പറ്റത്തില്ല, സാഹചര്യം ഇങ്ങനെയാണ്. അപ്പം രഞ്ജിത്തുമായിട്ട് എന്തോ ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിട്ട് അവർ തിരിച്ച് പോയതിനു ശേഷം ഇന്നലെ വെളുപ്പിനെ ഏകദേശം ഒരു 12:40 2 ബൈക്കിലായിട്ട് 6ഓളം യുവാക്കൾ, ചെറുപ്പക്കാരാണ്, ഒരു 18-19 വയസ്സ് പ്രായമേ കാണത്തുള്ളൂ, 20 വയസ്സിന് താഴെ 6ഓളം യുവാക്കൾ വന്നു. വണ്ടിക്കകത്ത് 100 രൂപയ്ക്ക് ഇന്ധനം നിറയ്ക്കാൻ പറഞ്ഞു. അപ്പം എന്നിട്ട് നിറയ്ക്കാൻ വേണ്ടി നോസിലെടുത്ത് വണ്ടി വെച്ചപ്പോൾ പറഞ്ഞു അത് വേണ്ട, 50 നിറയ്ക്കാൻ പറഞ്ഞു. അപ്പം 2 വണ്ടിയിലായിട്ട് 50 വീതം നിറച്ചു. അതിനുശേഷം രഞ്ജിത്തിൻ്റെ അടുത്ത് കുപ്പിക്കകത്ത് വേണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടു. ഈ ചോദിച്ച കക്ഷികളുടെ കയ്യിൽ കുപ്പിയില്ലായിരുന്നു. അപ്പോൾ ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഇവർ ബൈക്ക് വെറും കൈയോടെ വന്നത്, കുപ്പിയില്ല. രഞ്ജിത്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് പിന്നെ അത് സംസാരമായി. രഞ്ജിത്തിനെ അസഭ്യം വിളിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെ രഞ്ജിത്തിനെ ആയിരുന്നുണ്ടെങ്കിൽ നല്ലപോലെ മർദ്ദിച്ചു. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ച് രഞ്ജിത്തിൻ്റെ തലയുടെ സൈഡിൽ അടിച്ചു. പിന്നെ അവിടെ നിന്ന് അടിച്ചടിച്ച് ബാക്കിൽ കൊണ്ടുവന്ന് ആ ബാക്ക് സൈഡിലായിരുന്നുണ്ടെങ്കിൽ CCTVയുടെ ഇത് കവറേജ് വരുന്നില്ല, അവിടെ ഇട്ട് നല്ലപോലെ മർദ്ദിച്ചു. അപ്പം അന്ന് രാത്രി തന്നെ പോലീസിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ റിട്ടേൺ ആയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തു. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പോലീസ് പ്രതികളെല്ലാം കസ്റ്റഡിയിലെടുത്തു. തലേ ദിവസം കുപ്പിയിൽ പെട്രോൾ ചോദിച്ചിട്ട് നൽകാത്തതിന്റെ പ്രകോപനത്തിൽ ഇന്നലെ ബോധപൂർവ്വം വീണ്ടും പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും തലേ ദിവസം കൊടുത്തില്ല. അന്നൊരു സംസാരമുണ്ട്, ഇവർ തമ്മിലൊരു സംസാരമുണ്ട്, തരാൻ പറ്റത്തില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. അതിൻ്റെ ഒരു പ്രകോപനം എന്നുള്ള രീതിയിലാണ്. കാരണം പെട്രോൾ മേടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ കൈ കുപ്പി വേണ്ടേ? ഇന്നലത്തെ ആ CCTV അടി നടക്കുന്ന CCTV വിഷ്വൽസിനകത്ത് കാണാൻ അവരുടെ കുപ്പിയൊന്നുമില്ല. 2 ബൈക്കിനകത്തിലായിട്ട് 50 രൂപ വെച്ച് 2 വണ്ടിക്കകത്ത് നിറച്ചു. ശേഷം കുപ്പിക്കകത്ത് വേണമെന്ന് പറഞ്ഞു. കുപ്പി എവിടെ? അത് പറ്റത്തില്ലെന്ന് രഞ്ജിത്ത് പറഞ്ഞു. അപ്പം തലേ ദിവസത്തെ ഒരു പ്രകോപനം എന്നുള്ള രീതിയിൽ ഇന്നലെ വന്ന് മനഃപൂർവ്വമുള്ള വഴക്കുണ്ടാക്കിയതാണ് അവർ. ഈ CCTVയിൽ കാണുന്നത് കൂടാതെ ക്യാമറ ഇല്ലാത്ത ഭാഗത്ത് വെച്ച് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹം ചികിത്സയിലായിരുന്നു അല്ലേ? അതെ, ഇന്നലെ അദ്ദേഹത്തിന്റെ തലയുടെ ഒരു സൈഡ് മുഴച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റായി തലയുടെ എക്സ്റേ ഒക്കെ ഒന്ന് എടുത്തു നോക്കി. ഇന്നലെ വൈകിട്ട് പുള്ളി ഡിസ്ചാർജ് ആയായിരുന്നു. 6 പേരാണ് എത്തിയെങ്കിൽ അതിൽ 3 പേരാണ് ഈ മർദ്ദനത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ. ബാക്കി 3 പേര് ബൈക്കിലിരിക്കുമായിരുന്നു. അതിനകത്ത് നിന്ന് 3 ചെറുപ്പക്കാർ ഇറങ്ങിയാണ് മർദ്ദിച്ചത്. ബാക്കി 3 പേര് ഇല്ലായിരുന്നു, അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. 3 നമുക്ക് ആ വീഡിയോ CCTVയുടെ വീഡിയോ കാണുന്ന ആ 3 പേരാണ്. ഇവർ വന്നത് 6 പേര് 2 ബൈക്കിലായിട്ട് ട്രിപ്പിൾ അടിച്ച് 2 ബൈക്കിലായിട്ടാണ് വന്നത്. അവരുടെ വണ്ടി നമ്പർ എല്ലാം ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോലീസിനെ കൈമാറി. അപ്പം കൈമാറിയപ്പോഴായിരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഫേക്കായിട്ടുള്ള നമ്പർ പ്ലേറ്റുകളാണെന്ന് പോലീസ് നമ്മുടെ അടുത്ത് അറിയിച്ചത്. കാരണം ഇവിടുന്ന് മോഷണ വണ്ടികളൊക്കെ നമ്പർ മാറ്റി മറിച്ചുമൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള കക്ഷികളാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് RCയിലുള്ള വണ്ടികളൊന്നും അല്ല. അങ്ങനെയാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടിയേക്കുന്ന വിവരം. ഈ രാത്രി ഇത്ര വിഷയങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ടോ? രാത്രിയിൽ ഇപ്പം ഇതാണ്, കുപ്പിയിൽ പെട്രോൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ഇത് വന്നതിന് ശേഷമായിരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറുപ്പക്കാർ കുറച്ചും കൂടെ മെച്യൂറായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കും. പക്ഷേ ഇവർ മദ്യപിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അതുമാത്രമല്ല, എന്നാൽ പോലും രാത്രിയിൽ ഇവർക്ക് പല രീതിയിൽ ഈ ചെറുപ്പക്കാർ മദ്യപിച്ചിട്ട് വന്നിട്ട് സ്ഥിരം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതെ, കുപ്പിയിൽ കൊടുത്തില്ല. ഒരുത്തൻ ബൈക്കിൽ ഇറങ്ങി എന്നെ തല്ലി ഒരു ഒരുത്തൻ ഹെൽമെറ്റിൻ്റെ അടിച്ചു. ക്രൂരമായി മർദ്ദിച്ചു. ഇവിടെ ഭയങ്കര വേദന. ഈ സൈഡ് പമ്പിൽ ക്യാമറ ഇല്ലാത്ത ഭാഗത്തേക്ക് കൊണ്ടുപോയി താങ്കളെ മർദ്ദിച്ചു. അങ്ങോട്ട് മർദ്ദിച്ചു. പിന്നെ ഒരു കസ്റ്റമർ വന്നായിരുന്നു പെട്രോൾ അടിക്കാൻ. പുള്ളി പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പം അങ്ങനെ അമ്മ പോയി. ഈ പ്രശ്നമുണ്ടാകുന്നതിന്റെ തൊട്ടു തലേ ദിവസം ഇതേ യുവാക്കൾ തന്നെ അർദ്ധരാത്രിയോടെ ഈ പമ്പിലേക്ക് എത്തുകയും കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്നും ഇതേ രീതിയിൽ തന്നെ കുപ്പിയിൽ പെട്രോൾ നൽകാൻ സാധിക്കില്ല എന്ന് പമ്പ് ജീവനക്കാരനായ രഞ്ജിത്ത് അറിയിച്ചതാണ്
ഇതിന്റെ തൊട്ടടുത്ത ദിവസമാണ് രാത്രി 12:30യോടുകൂടി 2 ബൈക്കുകളിലായി 6 യുവാക്കൾ വീണ്ടും ഈ പമ്പിലേക്ക് എത്തുകയും കുപ്പി പോലും കൈവശമില്ല എങ്കിലും കുപ്പിയിൽ പെട്രോൾ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്തത്. ഇത് നൽകാൻ സാധിക്കില്ല എന്ന പമ്പ് ജീവനക്കാരൻ പറഞ്ഞതിന് പിന്നാലെ അദ്ദേഹത്തെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഇത് ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ യുവാക്കൾ 2ാം ദിവസവും ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് പമ്പ് ജീവനക്കാരനായ രഞ്ജിത്ത് പറയുന്നത്. സമീപകാലത്ത് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ് എന്നും രാത്രികാലങ്ങളിൽ ജീവനക്കാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും പമ്പ് ഉടമകളും ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും 3 പ്രതികളും പത്തനംതിട്ട പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. പിന്നെ 130 ബാറ്ററി